ജീവന്റെ അപ്പമായി, സ്നേഹമായി, സൗഖ്യമായി എഴുന്നള്ളി വന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ രക്ഷകനായ ഈശോ ഞാനാകുന്നു ആദിയും അന്തവും ജീവിക്കുന്നവൻ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇത് ഞാൻ ജീവിക്കുന്ന ദൈവത്തിലേക്ക് നോക്കുക. മത്തായി 28:18 ഈശോ പറഞ്ഞു, സ്വർഗത്തിലെയും ഭൂമിയുടെ മേലുള്ള എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സകല പാപത്തെയും ക്ഷമിക്കുവാൻ കരുണയുള്ള ദൈവം നമ്മുടെ മുമ്പിൽ, സകല രോഗത്തെയും സുഖപ്പെടുത്തുവാൻ ശക്തനായ ദൈവം നമ്മുടെ മുമ്പിൽ. വിശുദ്ധ യോഹന്നാൻ 15:5 ഈശോ പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈശോയെ കൂടാതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുവാൻ സാധിക്കുകയില്ല. കാരണം വിശുദ്ധ യോഹന്നാൻ 14:6 ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല. സ്വർഗത്തിൽ നിന്നും വഴിയായി സത്യമായി ജീവനായി വന്ന ദൈവം നമ്മുടെ മധ്യയില്. നെഞ്ചിലെറിയുന്ന എല്ലാ നൊമ്പരങ്ങളെയും പരിശുദ്ധ കുർബാനയിലായിരിക്കുന്ന ഈശോയിലേക്ക് സമർപ്പിക്കുക. വിട്ടുമാറാത്ത രോഗം, രോഗപീഠത്തെ സമർപ്പിക്കുക. ക്യാൻസർ രോഗം, മൈഗ്രെയിൻ തലവേദന, നെഞ്ചുവേദന, തൊണ്ടവേദന, ചെവിവേദന, ഉദരസംബന്ധമായിട്ടുള്ള സകല രോഗത്തെയും സമർപ്പിക്കുക. മുട്ടുവേദന, കൈകാൽ വേദന, ഷുഗറിന്റെയും പ്രഷറിന്റെയും എല്ലാ രോഗത്തെയും സമർപ്പിക്കുക. കാരണം സകല രോഗത്തിന്റെ മേൽ അധികാരമുള്ള ദൈവം നമ്മുടെ മധ്യയിലാണ്. ഈശോ നമ്മെ സ്നേഹിക്കുന്നു. ദൈവമക്കൾ ഒരിക്കലും തളരാൻ ആഗ്രഹിക്കാത്ത ദൈവം. ദൈവമക്കൾ ഒരിക്കലും രോഗപീഠകളാൽ വേദനിക്കാൻ ആഗ്രഹിക്കാത്ത ദൈവം. ഇതാ ദൈവത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കുക. സമർപ്പിക്കുക, പൂർണ്ണമായി വിട്ടുകൊടുക്കുക.